ബി.ജെ.പി. തിരുവനന്തപുരം മേഖലാ ഉപാധ്യക്ഷനും കായംകുളം നഗരസഭ മുൻ കൗൺസിലറുമായിരുന്ന ഡി അശ്വനി ദേവ് അന്തരിച്ചു. വാഹനാപകടത്തിൽ പരിക്കേറ്റ് ദീർഘകാലമായി ചികിത്സയിലായിരുന്നു. വിവരങ്ങളുമായി നിഷ ദിലീപ് ചേർന്നു. നിഷ, 2022-ലുണ്ടായ അപകടമാണ് ബി.ജെ.പിയുടെ മുതിർന്ന നേതാവിനെ, കായംകുളത്ത് കർമ്മനിരതനായ നേതാവിനെ മരണത്തിലേക്ക് കൊണ്ടുപോയത് എന്നുള്ളതാണ്. അതുമാത്രമല്ല, ശബരിമല ഭക്തർക്ക് സുപരിചിതമായ ശബ്ദവുമല്ലേ, മകരവിളക്ക് സമയങ്ങൾ ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ ശബ്ദത്തിലൂടെയായിരുന്നു അവിടേക്ക് ചെന്നെത്താൻ സാധിക്കാത്തവർക്ക് ദർശനം നേരിട്ട് ലഭ്യമാകുന്ന പോലെയായിരുന്നു ആ വിവരണമൊക്കെ. എന്തായാലും അദ്ദേഹം നമ്മളെ വിട്ടുപിരിഞ്ഞു എന്നുള്ള ദുഃഖവാർത്തയാണ് ഈ ഒരു മണിക്കൂറിൽ അറിയാൻ സാധിക്കുന്നത്. വിവരങ്ങൾ എന്താണ് കൂടുതലായി? ലക്ഷ്മി, രാവിലെ 10:15 അശ്വിനി ദേവിന്റെ അന്ത്യം. അദ്ദേഹം കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി അദ്ദേഹത്തിന്റെ സഹോദരി, കണ്ണൂരിലുള്ള സഹോദരിയുടെ വീട്ടിലായിരുന്നു. ചികിത്സയ്ക്കും മറ്റുമുള്ള സൗകര്യത്തിന് വേണ്ടിയായിരുന്നു അങ്ങോട്ട് പോയത്. അവിടെ വെച്ചായിരുന്നു അദ്ദേഹത്തിന് അന്ത്യം സംഭവിച്ചത്. 10:15 കൂടിയായിരുന്നു എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. കായംകുളം മുനിസിപ്പാലിറ്റി 32-ാം വാർഡിലെ കൗൺസിലർ ആയിരിക്കെയാണ് ഈ 2022 ഓഗസ്റ്റ് 17-ന് അദ്ദേഹത്തിന് ഒരു അപകടം ഉണ്ടാവുന്നത്. കായംകുളം എരുവ ക്ഷേത്രത്തിന് സമീപം വെച്ചായിരുന്നു അപകടം ഉണ്ടാവുന്നത്. അന്ന് മുതൽ അദ്ദേഹം കിടപ്പിലായിരുന്നു. തുടർന്ന് വിവിധ സ്ഥലങ്ങളിൽ ചികിത്സകളൊക്കെ നടത്തിയെങ്കിലും അദ്ദേഹത്തിന് ആ ഒരു അവസ്ഥയിൽ നിന്നും എഴുന്നേക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇപ്പോഴും കിടപ്പിൽ തന്നെയായിരുന്നു. ലക്ഷ്മി പറഞ്ഞതുപോലെ തന്നെ മകരവിളക്ക് സംരക്ഷണത്തിൽ ജനജീവിയുടെ ശബ്ദമായിരുന്നു ഡി അശ്വനി ദേവ്. ഒപ്പം തന്നെ കായംകുളത്തെ കർമ്മനിരതനായ പ്രവർത്തകനും കൂടിയായിരുന്നു. എന്തായാലും വളരെ ദുഃഖകരമായ ഒരു വാർത്ത തന്നെയാണ് നമുക്ക് ഈ നിമിഷം പ്രേക്ഷകരിലേക്ക് പങ്കുവയ്ക്കാനുള്ളത്. അദ്ദേഹത്തിന് 58 വയസ്സായിരുന്നു പ്രായം. മൃതദേഹം ഇപ്പോഴും കണ്ണൂരിലെ സഹോദരിയുടെ വീട്ടിൽ തന്നെയാണുള്ളത്. എപ്പോൾ ആലപ്പുഴ കായംകുളത്തെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കൊണ്ടുവരും എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഒരു വ്യക്തത വന്നിട്ടില്ല. എന്തായാലും അല്പസമയത്തിനകം തന്നെ അതിനെക്കുറിച്ച് ആ ഒരു സമയത്തെക്കുറിച്ചൊക്കെ നമുക്കൊരു ധാരണയുണ്ടാകും. എന്തായാലും ഈ നിമിഷം അറിയിക്കാനുള്ളത് അദ്ദേഹത്തിന്റെ ഒരു മരണ വാർത്തയാണ്. രാവിലെ 10:15 കണ്ണൂരിലെ അദ്ദേഹത്തിന്റെ സഹോദരിയുടെ വീട്ടിൽ വെച്ചാണ് അന്ത്യം സംഭവിച്ചത്. ലക്ഷ്മി, നിഷ വിവരങ്ങൾ നൽകിയത്.